ഗോസിപ്പ് ഗോസിപ്പ്. ആരാ? പുതിയ ആളല്ലേ? ആ, അപ്പൊ നമുക്ക് റാഗിങ്ങിന്റെ വകുപ്പായിട്ടുണ്ട്. പേരെന്താ? പേരെന്തായിരുന്നു? സെബാൻ എന്ന് പറയും. എന്താ സബാനോ? സെബാൻ. നല്ല പേരല്ലേ? നല്ല പേര്, നന്നായിട്ടുണ്ട്. നമ്മുടെ ഹണി ബീനെ ഒഴിച്ചു കൊടുക്കൽ വീരനായിരിക്കും തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ സ്നേഹം മാത്രമേ പങ്കുവെക്കാറുള്ളൂ, ഒഴിച്ചു കൊടുക്കൽ. ഓക്കെ, നല്ല കുട്ടിയാണ് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഗോസിപ്പിന്റെ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്ന് തൊട്ട് നമ്മുടെ ഗോസിപ്പിലെ പങ്കുചേരുകയാണ്. അപ്പം യെസ് വാലല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എനിവേസ് നമുക്ക് ഗോസിപ്പ് തുടങ്ങാം. അപ്പൊ നമുക്ക് ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്തോളൂ എല്ലാവരും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോസിപ്പിൽ എന്നെ പുതിയതായിരിക്കും, ബട്ട് ഇനി കുറെ നാളത്തേക്ക് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില്. എന്നോടൊപ്പം കത്ത് വെക്കാൻ വേണ്ടി സബാനെ ഞാൻ കൂട്ടിരിക്കുകയാണ്. സോ ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരിവൺ ടു ഗോസിപ്പ്. സബാനെ പറഞ്ഞോളൂ. പറഞ്ഞിട്ടൊരു കാര്യമില്ല, പകതങ്ങ് കൊണ്ടുപോയി. ആര് കൊണ്ടാലും എന്തൊരു ഭംഗി എന്റെ പൊന്നും മോളെ. ഭയങ്കര ക്യൂട്ട് അല്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഒന്നും കേൾക്കാൻ പോകുന്നില്ല. നമ്മുടെ തട്ടത്തിൻ മലയത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നസ്രി കുട്ടിയായിരുന്നു. പക്ഷെ ഫഹദ് ഫാസിലൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ഗേൾ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ നസ്രി. കുറെ ഞാനും കണ്ടിരുന്നു ഫേസ്ബുക്കിൽ ഒരു എത്ര 40 ലക്ഷം 40 ലക്ഷം ലൈക്സേ ഉള്ളൂ. നമ്മുടെ വലിയ വലിയ നായകന്മാരെയൊക്കെ വെട്ടിച്ചു അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ നോക്കുകയാണെങ്കിൽ 20 ലാക്ക് ലൈക്സേ ഉള്ളൂ. നമ്മുടെ മമ്മൂക്കയ്ക്ക് 18 സംതിങ്ങേ ഉള്ളൂ. നമ്മുടെ ഈ നസ്രിയുടെ പിറകെ വരുന്ന ആർട്ടിസ്റ്റിലായിരുന്നു അറിയോ? അമലപ്പോൾ, തെലുങ്ക്, കന്നഡ. പക്ഷേ അമലപ്പോൾ മുമ്പിലേ വന്നല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നസ്രിയ കുട്ടി വന്നിട്ട് 2012 പേജ് തുടങ്ങിയിട്ടുള്ളൂ. ഒന്നാലോചിച്ച് 2012, ജസ്റ്റ് ഒരു 2 years നിയർലി ഉണ്ടാവും തോന്നുന്നു. എനിക്കുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജിൽ അത്രയ്ക്ക് ലൈക്സ് ഇല്ല. പൂക്കോ ഒരു 20,000 ഹലോ ഈ മുഖത്തേക്ക് നോക്കിയാൽ ഈ മുഖം നോക്കി ഫ്രീ ആയി കൊടുത്താൽ മതി. 20,000 ലൈക്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം എടുത്തു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മുടെ നസ്രി എന്ന് വെച്ചാൽ മലയാളത്തിൽ നേരത്തിലൂടെയാണ് ഫ്ലിക്കായി പോയത്. നേരം ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഒരു തമിഴ് ഫിലിം നയ്യാണ്ടി. അതിലാണ് പറയാൻ വന്നത്. നയ്യാണ്ടിയിലാണ് പുള്ളിക്കാരത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ടേൺ ഓവർ. ബിക്കോസ് പൊതുവെ എക്സ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നടിമാരൊന്നും വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കത്തില്ല. സത്യത്തിൽ എക്സ്പോസ് ചെയ്തോ? ഇല്ല. അതുകൊണ്ടാണ് ഇതേപോലത്തെ മനസ്സുകൾ കാരണമാണ് പുള്ളിക്കാരത്തി ഇത്രയും ഹൈറ്റ്സിലെത്തിയത്. സത്യമായിട്ടും എനിക്ക് ഭയങ്കര എന്ത് ക്യൂട്ടാ കാണാൻ. നേരത്തെ കണ്ടില്ല, എന്ത് രസമായിരുന്നു. പക്ഷെ നെയ്യാണ്ടിക്കകത്ത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരും വിശ്വസിച്ചിട്ടുമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. വെൽ, എന്തായാലും ആ ഒരു ഫ്ലിക്കോടെ പുള്ളിക്കാരത്തി നല്ലതായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എന്തായാലും സൂപ്പർ ഗേളായിട്ട് നിൽക്കാൻ നമുക്ക് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞാലും പുള്ളിക്കാരത്തി ഫീൽഡിൽ തുടരുമോ ഇല്ല. കല്യാണം നിക്കാഹ് കഴിഞ്ഞാലും നമുക്കൊക്കെ പ്രതീക്ഷകളുണ്ട്. പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ കഴിഞ്ഞാൽ ഇനി വരുമോ. കെട്ടാൻ പോകുന്ന ആളും നല്ല ആളാണ്. യെസ്, അപ്പൊ എന്തായാലും ഫഹദ് ഫാസിൽ ഇനിയും അഭിനയിപ്പിക്കും എന്ന് വിശ്വസിച്ചോടെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നന്നായി ദുആയിരിക്കുന്നുണ്ട്. ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് കല്യാണം കഴിഞ്ഞാലും തിരിച്ചു വരണേ. എന്നിട്ട് ഞങ്ങൾക്ക് വായി നോക്കണേ. എന്തായാലും ഈ സന്തോഷം നമുക്ക് നസ്രിയുടെ നല്ല സോങ് ഉണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ജെന്നിഫർ, അറിയാറിയുമല്ലോ, നല്ല സുന്ദരിയായ കുട്ടിയാണ്. ലോറൻസ്. അപ്പൊ നല്ല സുന്ദരിയാണ്. ഇവർക്ക് എപ്പോഴും ഒരു അബദ്ധമുണ്ട്. എന്താണെന്നറിയോ? ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്ന ഇഷ്ടം. ഡ്രസ്സിന് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ലെങ്കിലോ അത് കറക്റ്റായിട്ട് അറിയില്ല. എങ്ങനെ പോയാലും എന്തിട്ട് ചെന്നാലും പുള്ളിക്കാരത്തെ എവിടെയും തട്ടിമറിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഡ്രസ്സ് ഊരിപ്പോവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കേട്ടായിരുന്നു ലൈക്ക് 38ാമത്തെ അതല്ലേ ഇപ്രാവശ്യത്തെ 38ാമത്തെ ഓസ്കർ ചടങ്ങില് പുള്ളിക്കാരത്തി അവതാരികയാണ്. അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതില് ഈ പുള്ളിക്കാരത്തി എന്ത് പറ്റിയെന്ന് വെച്ചാല് പുള്ളിക്കാരത്തി ഇങ്ങനെ നടന്ന് അവതാരികയല്ലേ, നടന്നു പോകുന്ന സമയത്ത് ഫ്രണ്ടിലിരിക്കുന്ന ഒരു പുള്ളിക്കാരത്തിയുടെ ഡ്രസ്സിൽ ചവിട്ടി ദാ കിടക്കുന്നു പരിപ്പുള്ള താഴെ. ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിനു മുമ്പ് ഓസ്കാർ അവാർഡ് മേടിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം അവാർഡ് മേടിക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി ഒന്ന് ഓടി കയറിയതാണ്. സ്റ്റെപ്പേ തട്ടി ഡിം കിടക്കും താഴെ. പുള്ളിക്കാരത്തിക്ക് ഒരു പ്രശ്നമുള്ളൂ, പുള്ളിക്കാരത്തിക്ക് എടുക്കാൻ പൊന്തുവല്ലാത്ത ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതും പറ്റുന്നില്ല. അതും പുള്ളിക്കാരത്തി എന്താണെന്നറിയത്തില്ല, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ പുള്ളിക്കാരത്തിക്ക് ഒരു വിറയലാണ്. ഇതിന് മുമ്പ് ഒരു സമയം പറ്റി, അതാണ് വലിയ അബദ്ധം പറ്റിയത്. കഴിഞ്ഞ വർഷം നമ്മുടെ ലോസ് ഏഞ്ചൽസില് ഒരു അവാർഡ് ഫംഗ്ഷനിൽ പുള്ളിക്കാരത്തി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയി. എന്താണ് സംഭവിച്ചത്? ഡ്രസ്സ് ഇട്ട് പുള്ളിക്കാരത്തി പതുക്കെ അങ്ങോട്ട് പോയപ്പോ എന്ത് പറ്റിയെന്നറിയോ? അടിയിലിട്ടിരുന്ന ഡ്രസ്സില്ലേ, അത് സത്യം അങ്ങോട്ട് ഊരിപ്പോയി. എന്താണെന്നറിയോ, സത്യമായിട്ട് എനിക്കൊരു വിഷമമുണ്ട്.
ഞാനവിടെ ഇല്ലായിരുന്നു. എടാ കോഴി, എന്ത് രസമായിരുന്നു കാണാനല്ലേ. നിർത്തിക്കോ, എന്തായാലും ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഈ സംഭവം പലരും കണ്ടു, അത് വേറെ സത്യം. പല ക്യാമറകൾ ഇതൊക്കെ ഒപ്പിയെടുത്തു. ഇതൊക്കെ ഭയങ്കര ഓഫ്കോഴ്സ് നമുക്ക് ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ സബാൻ വീണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ വീണ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കും. ഇല്ല, ഞാൻ എടുത്ത് എന്തായാലും ഇടും കേട്ടോ. എനിക്ക് എന്തായാലും പക്ഷെ വേറെ ആരും ഇടുമല്ലോ, വേറെ കാണണ്ടേ. പക്ഷെ അവള് വീണപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഈ താരം വീണപ്പോ ഉണ്ടല്ലോ, എല്ലാവരും ടി വി തുറന്നു വെച്ച് എല്ലാം കണ്ടു, വളരെ വ്യക്തമായിട്ട്. വളരെ രസമായിരുന്നു. അപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നിയത് സത്യത്തില്. ഞാൻ നേരിട്ടില്ലായിരുന്നല്ലോ. എന്തായാലും that's all for this gossip. സുന്ദരിയല്ലേ? സുന്ദരിയാണ്. ഇപ്പൊ വരെ ഉമ്മ വെച്ച കേസിൽ ഭയങ്കര വിവാദത്തിൽ നിൽക്കുക. അതാണ് നീ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. യെസ്, എനിക്ക് തപ്സി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കും ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പൊ ഇഷ്ടമാണോ? ഇപ്പൊ കുറച്ച് ഇഷ്ടക്കുറവുണ്ട്. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ളവരെ പോലും ചിന്തിക്കേണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തപ്സി പാനുണ്ട്, നമ്മുടെ ഹാത്ത് റോബായിട്ടുള്ള തപ്സി പാനു. പുതിയ പടത്തിന്റെ പേരെന്തായിരുന്നു? ഷാദി running.com അല്ലേ? ഈ ഒരു ഹിന്ദി ഫിലിമാണ്. പുള്ളിക്കാരി തമിഴും മലയാളമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിന്ദി ഫിലിമിൽ പുള്ളിക്കാരത്തി എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പറ്റിയൊന്നുമല്ല, പർപ്പസ്ഫുള്ളിയാണ്. പുള്ളിക്കാരത്തി വാർത്താ സമ്മേളനം സർവ്വസാധാരണമാണ് സത്യത്തില്. നമുക്കങ്ങ് പറ്റുന്നില്ല. നമ്മൾ തമിഴിലൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഹിന്ദി ഫിലിമിൽ ഒരു വിഷയമല്ല ഈ ഉമ്മകളൊക്കെ. പക്ഷെ അതിനെക്കുറിച്ച് പറയട്ടെ. അതായത് കാര്യം എന്ന് വെച്ചാൽ, ഇതിന് വാർത്താ സമ്മേളനത്തിനിടയിൽ നമ്മുടെ ഈ പടത്തിന്റെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ അമിത് സാധാണ്. അമിത് സാധുവായിട്ട് സുന്ദരനാണ് അല്ലേ? അടുത്ത പടത്തില് തപ്സിയുടെ ഹീറോ ആണെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് എൻ്റെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൂടെ പറയട്ടെ. കാര്യം എന്ന് വെച്ചാൽ, ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ ഈ തപ്സിനെ പോയി കിസ് ചെയ്തു ഒരു പ്രാവശ്യം കവിളത്ത്. ആദ്യം കവിളത്ത് കിസ് ചെയ്തു. അപ്പൊ തപ്സി നോ എങ്കിലും പറയണല്ലോ, നോ പറഞ്ഞില്ല. 2, 3 പല തവണ കിസ് ചെയ്തു. ഇത് അവസരം മുതലാക്കിയതാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ തപ്സി പറഞ്ഞു നോ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം കിട്ടിയ ഉമ്മയൊക്കെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ആ സുന്ദരം നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ പകർന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് കറക്റ്റ് ആയിട്ട് ഓരോ ഉമ്മയും ക്ലിക്ക് എടുത്തിട്ടുണ്ട്. ഒന്നും മിസ് ചെയ്തിട്ടില്ല. പ്രശ്നം പറ്റിയെന്നാന്നറിയോടാ, പുള്ളിക്കാരത്തി ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഈ 100 ഉമ്മ വെക്കലിന്റെ കേസിൽ കുറെ വിവാദത്തിലാണ് അങ്ങനെ കിട്ടാം. കാരണം ഒരു ഉമ്മയായിരുന്നെങ്കിൽ സഹിച്ചേനെ. ഞാനൊക്കെ ആണെങ്കിൽ പോലും ഞാൻ കണ്ടു നിൽക്കുന്ന നമുക്കില്ല ഒരു പരിധി. അപ്പൊ ഒരു അപ്പൊ ഇത് കുറെ ഉമ്മകളൊക്കെ വെച്ച് ഇപ്പം ഭയങ്കര വിഷയമായിട്ട് നിൽക്കുകയാണ്. ഒരു നെഗറ്റീവ് ഇമേജ് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് അമിതാണ് ഇതിന് സ്കോർ ചെയ്തിട്ടുള്ളത്. അമിത്തിന് ഞാനിത് കൺഗ്രാറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് നമ്മുടെ തപ്സിയുടെ ഫാൻസിന് വേണ്ടി നല്ലൊരു ക്യൂട്ട് സോങ് കണ്ടാലോ? കണ്ടിട്ട് തിരിച്ചു